ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ബ്രൗണി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നാളെ മോള് കോളേജിലേക്ക് പോവാണ്, അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്രൗണിയാണ് ഇട്ടത്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് നമുക്ക് എത്രത്തോളം കേക്കിൻ്റെ ഒരു ഇത് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം പിന്നെ ഞാനങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബട്ടർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കോമ്പൗണ്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടും ചേർക്കാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് 80 രൂപയാണ് കേട്ടോ ഈ ഒരു ഇതിന്. അപ്പം പിന്നെ ഞാനത് കംപ്ലീറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ബട്ടർ മിൽക്ക് മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും തന്നെ ഞാൻ അത് കംപ്ലീറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാവർക്കും എത്തണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യണത്. പിന്നെ നമുക്കിത് കമ്മി മതി എന്നുണ്ടെങ്കിൽ, ചെറിയ ഒരു ഇതൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ കുറച്ച് കണ്ട് എടുത്താൽ മതി കേട്ടോ. അളവ് കുറച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു കപ്പ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ 1 കിലോ ബ്രൗണിക്ക് നമുക്കൊരു 3/4 കപ്പൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രൗണിക്ക് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇനി നന്നായിട്ട് തന്നെ അരിച്ചിട്ടെടുക്കുക കേട്ടോ. അരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇളക്കുക, അതിന് ശേഷം അരിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുവിധം മിക്സ് ആവും. അതിനുശേഷം വീണ്ടും പിന്നെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിട്ട്. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കണം എന്ന് പറയുന്നത് ചിലപ്പം മൈദ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കൊക്കോ പൗഡറും രണ്ടും കൂടി അപ്പം നന്നായിട്ട് മിക്സ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടിയിൽ കട്ടകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിനാണ് നമ്മൾ അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ അടിയിലുള്ള കംപ്ലീറ്റ് അങ്ങനെ ഇതാക്കണ്ട, അത് നമുക്ക് കളയാതൊരു തരി പോലെയാണ്. അത് ഈ കൊക്കോ പൗഡറിലൊക്കെ ഉണ്ടാവുന്ന തരിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് നമുക്ക് പിന്നെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ ചോക്ലേറ്റും മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. നമ്മൾ ചോക്ലേറ്റ് എപ്പോഴും മെൽറ്റ് ആക്കാൻ വെക്കുമ്പോൾ പിന്നെ സിമ്പിൾ തന്നെ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാം. പഞ്ചസാര ഞാൻ ഇതും 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മധുരം കമ്മി മതി എന്നുള്ളവർക്ക് 3/4 കപ്പ് മതി. അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് 4 മുട്ടയാണ്. സാധാരണ 3 മുട്ടയൊക്കെയാണ് ചേർക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് തന്നെ മുട്ടയ്ക്കൊന്ന് പിന്നെ ഒന്നെങ്കിൽ ഇതുപോലെ പിന്നെ വിസ്കോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുക. അതായത് ഓവറായിട്ട് പതക്കണം എന്നൊന്നുമില്ല. പിന്നെ ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി അങ്ങനെ ആ ഒരു രീതിക്ക് നന്നായിട്ട് എടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടല്ല, പിന്നെ കുറച്ച് നേരം ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് കൈ വെച്ച് നന്നായിട്ട് ഇളക്കാൻ വയ്യ, കയ്യിന് വേദനയാണ്. ഇനി ഞാൻ പിന്നെ കുറച്ച് ഇത് ഉണ്ടോ ഞാൻ പിന്നെ ഇത് ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്ററൊന്നും വേണമെന്നില്ല, ശരിക്കും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കയ്യിനൊരു ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2 വലിയ സ്പൂൺ ഓയിലാണ് ഇട്ടത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഞാൻ കമ്മിയാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബട്ടർ പിന്നെ ചേർത്തിട്ടുണ്ടല്ലോ തോനെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ചെടുത്തത്. ഇല്ലെങ്കിൽ ആ ഒരു കപ്പിൽ ഫുള്ളും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പും പിന്നെ പഞ്ചസാരയും മുട്ടയും വാനില എസൻസും കൂടിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റിന് അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മധുരം നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ചില ചോക്ലേറ്റിൽ വലിയ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആളുകൾക്ക് വലിയ മധുരം ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ മധുരം വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പിന്നെ ആ ഒരു ചോക്ലേറ്റ് കംപ്ലീറ്റ് ഈ ഒരു മുട്ടയുടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതും പിന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് അതിലിങ്ങോട്ട് മിക്സ് ആയിട്ട് അതിലെല്ലാം അതിലിങ്ങോട്ട്
പിന്നെ കലരണം കേട്ടോ. അവരെല്ലാം ഇങ്ങനെ ഇളക്കി ഇളക്കി അവർ പിന്നെ ഇത് പിന്നെ വൈറ്റ് കളറുള്ളത് നമ്മൾ ആ കാപ്പി കളർ ഇങ്ങോട്ട് ആക്കി എടുക്കും കേട്ടോ. ഇളക്കി 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 പിന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണെങ്കിലും കേക്കാണെങ്കിലൊക്കെ നല്ല പണിയാണ് കേട്ടോ, മറ്റേ കേക്കൊക്കെ ആണെങ്കിലും. അപ്പം മറ്റേ കേക്കൊന്നും ചെയ്യണ വീഡിയോ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ മൂക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മൾ നന്നാക്കിയിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടല്ല കേട്ടോ, അങ്ങനെ നല്ല നമ്മൾ ഒറിജിനൽ ചോക്ലേറ്റ് പോലെയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിന് വാരിയെടുത്ത് കഴിക്കണ്ട, കാരണം ഇത് മുട്ടേൻ്റെ ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, വേവാത്തതായതുകൊണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ഇട്ടാൽ പിന്നെ ഓരോ സ്പൂണോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ 2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും, പിന്നെ നമുക്ക് ഇളക്കാനും ബുദ്ധിമുട്ടാവും, കട്ട ഉടക്കാനും ബുദ്ധിമുട്ടാവും. പിന്നെ ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴും ഇതുപോലെ കട്ട പിടിക്കും, പിന്നെ അതും അടക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പതുക്കെ പതുക്കെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരേ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 1 ബൈ 1 ആയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കി എടുക്കാനുള്ള മോൾഡ് നമുക്ക് പിന്നെ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊണ്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ആകൃതിയിലുള്ള ഇതും പിന്നെ എടുക്കാം. അപ്പോൾ ഞാനിതാ റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ എണ്ണയൊക്കെ തടവി പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ അടിയിലും ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചിട്ട് പറഞ്ഞാൽ എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലും പിന്നെ എണ്ണ അല്ല ഓയിൽ അങ്ങനെ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ, ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഒന്നായിട്ട് ചെയ്ത് കൊടുക്കരുത്, ജസ്റ്റ് ഒരു പിന്നെ ഒരു കേക്കായി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഈ ബാറ്റർ തീക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ടൂത്ത് പിക്ക് അത് അങ്ങനെ ഒരു കോലോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോവും. ഇനി അതിൻ്റെ മേലെ ഞാൻ ഒരു ചെറുതായിട്ടൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടിപ്പാണ്. നമ്മൾ പിന്നെ ക്രീമൊന്നും ഉപയോഗിക്കാത്ത കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റൊക്കെ വെച്ച് ചെയ്യണത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പിന്നെ കടലയാണ്, തൊലിയൊന്നും ഇല്ലാത്ത സൈസ് കടല ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേതുണ്ടല്ലോ എന്താണ് ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിസ്ത, അതൊക്കെ അതിൻ്റെ മുകളിൽ നമുക്ക് ക്രഷ് ചെയ്ത് കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പിന്നെ അലുമിനിയത്തിൻ്റെ ഒരു ചെമ്പട്ടി കേട്ടോ, അത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിന്നെ 10 മിനിറ്റ് നന്നാക്കി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു 8 മിനിറ്റ് അങ്ങനെ നന്നാക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാൻ വരണം. നമ്മൾ കൈയ്യിൽ വെക്കുമ്പോൾ ആവിയുള്ള പോലെ അങ്ങനെ ഇങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ എന്തിട്ടുക പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യണം കേട്ടോ. പൊതുവെ നമ്മൾ ഓവനിലൊക്കെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുമല്ലോ, ഓവൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ഇതിലും സമയം. അതുപോലെ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കണം കേട്ടോ, ഒരു 45 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പം നമ്മൾ ഈ ആ ഒരു ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടിയാണ് വെക്കുക. അതിന് ശേഷം പിന്നെ അടച്ചിട്ട് പിന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഈ 5 മിനിറ്റും കൂട്ടിയിട്ട് വേണം നമ്മൾ 3/4 മണിക്കൂർ കാണേണ്ടത്. അതിന് ശേഷം നമ്മളൊന്ന് എടുത്തിട്ട് കുത്തി നോക്കുക കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കിൻ്റെ അങ്ങനെ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഈർക്കിളൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ പിന്നെ നമ്മളെ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കണം, അതാണ് അതിൻ്റെ ആ ഒരു വേവ് കേട്ടോ. തീരെ ഒട്ടിപ്പിടിക്കാതെ നിൽക്കൂല ഇങ്ങനത്തെ കേക്ക് കിട്ടും. കാരണം നമ്മൾ പിന്നെ മറ്റേ പോലെയല്ല, ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലല്ലോ ഉണ്ടാക്കണത്, പിന്നെ ബ്രൗണി അല്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതിൽ നിന്ന് കുത്തി നോക്കിയപ്പോൾ ചെറുതായിട്ട് മേലെ ഒന്നുകൂടി വേവാണ്ടായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കണ്ട് ഒരു 5 മിനിറ്റും കൂടി നോക്കി. അപ്പോൾ ഒരു 3/4 മണിക്കൂർ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൗണി ഇവിടെ വന്നിട്ടുണ്ട്, നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ച് നമുക്കത് ചൂടാറാൻ വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഞാൻ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിലൊക്കെ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത് കേട്ടോ. മറ്റേ നമ്മൾ പിന്നെ സൈഡിൽ ഇങ്ങനെ എണ്ണ തടവിയിട്ടാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല സുഖമായിട്ട് തന്നെ നമുക്കിങ്ങനെ എടുക്കാം, എവിടെയും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. അങ്ങനെ വലിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ ബ്രൗണി. ഇപ്പോൾ തന്നെ കഴിക്കാനാണ് നമുക്ക് തോന്നുന്നത്, പക്ഷേ ഇത് നമുക്ക് കൊടുത്തേക്കാൻ ഡയറ്റ് ആയതുകൊണ്ട്
നമുക്കതിന് പറ്റില്ലല്ലോ. പൊതുവേ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കേക്ക്. അത്ര ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബ്രൗണിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ബാക്കിലുണ്ടല്ലോ അടിഭാഗത്ത് ഇതേ അതേപോലെ പിന്നെ ബട്ടർ പേപ്പർ ഉണ്ട്, അപ്പോൾ അതും നമ്മളൊന്ന് വലിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര സിമ്പിളായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് കിട്ടിയില്ലേ. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെക്കാതെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പിന്നെ കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ അതിൻ്റെ ആ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ചെയ്യാൻ പിന്നെ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ പിന്നെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. കൂടാതെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ അതാ ബ്രൗണി ചൂടാറിയതിന് ശേഷം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ വന്നോളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ